പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ വ്ളോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സംസ്ഥാന സർക്കാർ ക്ഷണിച്ചിട്ട് എന്ന് ജനൻ TV വാർത്ത ശരിവെച്ച് വിവരാവകാശ രേഖ. ടൂറിസം വകുപ്പിന്റെ പ്രമോഷനായിട്ടാണ് ജ്യോതി മൽഹോത്ര കേരളത്തിൽ എത്തിയതെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ പുറത്ത്. ടൂറിസം വകുപ്പ് സാമൂഹിക മാധ്യമ ഇൻഫർമേഷൻസിനെ ഉപയോഗിച്ച് പ്രമോഷൻ നടത്തിയവരുടെ പട്ടികയിൽ ജ്യോതി മൽഹോത്രയുമുണ്ട്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, ജനൻ TV നേരത്തെ റിപ്പോർട്ട് ചെയ്ത വാർത്ത അത് സത്യമാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഔദ്യോഗിക രേഖകൾ കൂടി പുറത്തു വരികയാണ്. വിവരാവകാശ രേഖകൾ പ്രകാരം സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നല്ലോ. അരുൺ കൊടുങ്ങൂർ. തീർച്ചയായും പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ വ്ളോഗർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചതിൽ അതീവ ഗുരുതരമായ വീഴ്ചയാണ് പിണറായി സർക്കാരിന് ഉണ്ടായത് എന്നതിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, ആലപ്പുഴ, മൂന്നാർ എന്നിവിടങ്ങളിലാണ് ജ്യോതി മൽഹോത്ര ടൂറിസം വകുപ്പിന്റെ ചെലവിൽ സുഖമായ യാത്ര നടത്തിയത്. 2024 ജനുവരി മുതൽ 2025 മെയ് വരെ ടൂറിസം വകുപ്പിനായി പ്രമോഷൻ നടത്തിയ വ്ളോഗറുടെ പട്ടികയിൽ ഇവരുടെ പേരും ഉൾപ്പെട്ടിരിക്കുകയാണ്. ഈ വാർത്ത നേരത്തെ ജനൻ TV നൽകിയിരുന്നു. ഇതിനിപ്പോൾ ആധികാരികമായ ഒരു തെളിവ് കൂടി പുറത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും ഏറ്റവും ഗൗരവകരമായ ഒരു വാർത്ത തന്നെയാണ് നമ്മൾ അന്ന് പുറത്തുവിട്ടിരുന്നത്. ഇത് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും ഗൗരവകരമായ മറ്റൊരു പ്രശ്നം, ഇത്ര വലിയ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും അതിനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ടൂറിസം വകുപ്പ് മന്ത്രി കൂടി എത്തുകയാണ്. മന്ത്രി റിയാസിന്റെ പ്രതികരണം അല്പസമയങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതിനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു നടപടിയിലേക്ക് തന്നെയാണ് പോവുകയും ചെയ്തിരിക്കുന്നത്. അതായത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു വീഴ്ച തന്നെയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് മറച്ചു വെക്കാതെ ആ വിവരാവകാശ ഇതിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുകയാണ് വിനോദ്. തീർച്ചയായും. അപ്പോൾ ജ്യോതി മൽഹോത്രയെ ഔദ്യോഗികമായി കേരള സർക്കാർ ക്ഷണിക്കുമ്പോൾ ജ്യോതി മൽഹോത്രയ്ക്ക് എതിരായ അന്വേഷണങ്ങൾ കേരള ടൂറിസം വകുപ്പിലേക്ക് നീങ്ങേണ്ടതല്ലേ? കാരണം പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ വനിതയാണ് ജ്യോതി മൽഹോത്ര എന്നുള്ള തരത്തിലുള്ള അന്വേഷണം അത് പോസിറ്റീവായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ കേരളത്തിൽ ഇവർ എവിടെയെല്ലാം സന്ദർശിച്ചു, നമ്മുടെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിവരങ്ങൾ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് കൈമാറി തുടങ്ങിയതൊക്കെ പരിശോധിക്കേണ്ടതല്ലേ? അങ്ങനെയെങ്കിൽ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ടൂറിസം വകുപ്പിനെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മന്ത്രിയുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്, ഇവരെയൊക്കെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയില്ലേ അരുൺ കൊടുങ്ങൂർ? തീർച്ചയായും അടിമുടി ദുരൂഹതയുള്ള ഒരു വിഷയമായി തന്നെ ഇത് മാറുകയാണ്. കാരണം ഒരു സംസ്ഥാന സർക്കാർ തന്നെയാണ് ഇത്തരമൊരു ചാരപ്രവർത്തനം നടത്തിയ ഒരു വനിതയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി അവരുടെ ചിലവുകളെല്ലാം നോക്കിക്കൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വൈര്യവിഹാരം നടത്തുവാൻ, സ്വൈര്യമായി സന്ദർശിക്കാൻ ആവശ്യമുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ ശേഖരിക്കാനുള്ള ഒരു അവസരം കൊടുത്തത്. വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു വീഴ്ച അധികൃതർക്കുണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് മനഃപൂർവ്വമായ ഒരു വീഴ്ചയാണോ എന്നുള്ള കാര്യമാണ് ഒരു സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യം. എന്തായാലും ഇത് അന്വേഷണ വിധേയമായി തന്നെ തെളിയിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അത്തരത്തിലുള്ള ഒരു വിമർശനം കൂടി ഈ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും ആ വിഷയത്തെ കേന്ദ്ര ഏജൻസികളടക്കം ഏറെ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. ഇത് നേരത്തെ തന്നെ ജനൻ TV റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ കേന്ദ്ര ഏജൻസികളൊക്കെ തന്നെ അതിനു മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി അന്വേഷിച്ച് വരികയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഏറ്റവും ഗുരുതരമായുള്ള ഒരു കാര്യം, ഒരു വർഷത്തിലധികമായി ഈ ജ്യോതി മൽഹോത്രയ്ക്ക് കേരളത്തിൽ കൃത്യമായി സഞ്ചരിക്കാനും അവിടുത്തെ സ്ഥലങ്ങളൊക്കെ തന്നെ ആവശ്യാനുസരണം ചിത്രീകരിക്കാനുമുള്ള ഒരു അനുവാദം അത് സർക്കാർ തലത്തിൽ തന്നെ നടത്തിയെന്നതാണ് ഏറ്റവും ഗൗരവമായ കുറ്റം വിനോദ്. തീർച്ചയായും. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ വ്ളോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിൽ എത്തിയത് സംസ്ഥാന സർക്കാർ ക്ഷണിച്ചിട്ട് എന്നുള്ള ജനൻ TV വാർത്ത ശരിവെക്കുകയാണ് വിവരാവകാശ രേഖ. ടൂറിസം വകുപ്പിന്റെ പ്രമോഷനായിട്ടാണ് ജ്യോതി മൽഹോത്ര കേരളത്തിൽ എത്തിയതെന്ന് വ്യക്തമാകുന്ന വിവരാവകാശ രേഖ ഇപ്പോൾ പുറത്തു വരികയാണ്. ടൂറിസം വകുപ്പ് സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ച് പ്രമോഷൻ നടത്തിയവരുടെ പട്ടികയിൽ ചാരപ്രവർത്തനം നടത്തിയ ജ്യോതി മൽഹോത്രയും ഉൾപ്പെട്ടിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ കൊടുങ്ങൂർ.